ഹാരി നിരവധി തെരുവുകൾ നടന്നു പിന്നിട്ടിരുന്നു. ഒടുവിൽ മാഗ്നോളിയ ക്രസന്റിലെ ഒരു താഴ്ന്ന മതിലിന്മേൽ അവൻ ഇരുന്നു. ഭാരമേറിയ ട്രങ്ക് വലിച്ചിഴച്ചതിന്റെ ക്ഷീണം കൊണ്ട് അവൻ കിതച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം അവൻ അനങ്ങാതെ ഇരുന്നു. കോപം ഇപ്പോഴും അവന്റെ ഉള്ളിൽ അലയടിക്കുകയായിരുന്നു. ഹൃദയം അതിവേഗത്തിൽ മിടിക്കുന്ന ശബ്ദം മാത്രമാണ് അവൻ കേട്ടത്. എന്നാൽ ഇരുണ്ട തെരുവിൽ 10 മിനിറ്റ് ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ കോപത്തെ മറികടന്ന് മറ്റൊരു വികാരം അവനെ പിടികൂടി. ഭയം. എന്ത് രീതിയിൽ ചിന്തിച്ചാലും ഇതുപോലെ ഒരു കുരുക്കിൽ അവൻ മുമ്പൊരിക്കലും പെട്ടിട്ടില്ല. ഇരുണ്ട മകിൽ ലോകത്തിൽ ഒറ്റയ്ക്കും ആശ്രയമില്ലാതെയും പോകാൻ ഒരിടവുമില്ലാതെയും അവൻ കുടുങ്ങിയിരിക്കുന്നു. എല്ലാത്തിലും മോശമായ കാര്യം, അവൻ ഇപ്പോൾ ഗുരുതരമായ മാന്ത്രികവിദ്യ ഉപയോഗിച്ചിരുന്നു. അതിന്റെ അർത്ഥം ഒന്നു മാത്രമായിരുന്നു: ഹോഗ്വാർട്സിൽ നിന്ന് പുറത്താക്കപ്പെടുക. പ്രായപൂർത്തിയാകാത്ത മാന്ത്രികർക്കുള്ള നിയമം അവൻ അത്ര ഗുരുതരമായി ലംഘിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ മാന്ത്രിക മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ പിടികൂടാത്തതിൽ അവന് അത്ഭുതം തോന്നി. ഹാരി വിറച്ചു. മാഗ്നോളിയ ക്രസന്റിന്റെ ഇരുവശങ്ങളിലേക്കും അവൻ നോക്കി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തന്നെ അറസ്റ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ മാന്ത്രിക ലോകത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുമോ? റോണിനെയും ഹെർമയോണിയെയും കുറിച്ച് അവൻ ചിന്തിച്ചു. അതോടെ അവന്റെ മനസ്സ് കൂടുതൽ തളർന്നു. താൻ കുറ്റവാളിയായാലും അല്ലെങ്കിലും റോണും ഹെർമയോണിയും ഇപ്പോൾ തന്നെ സഹായിക്കാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ ഹാരിക്ക് സംശയമില്ലായിരുന്നു. പക്ഷേ ഇരുവരും വിദേശത്തായിരുന്നു. ഹെഡ്വിഗും ഇവിടെ ഇല്ല. അവരെ ബന്ധപ്പെടാൻ അവന് ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. മകിൽ പണവും അവന്റെ കൈവശമുണ്ടായിരുന്നില്ല. ട്രങ്കിന്റെ അടിയിലുള്ള പണസഞ്ചിയിൽ കുറച്ച് മാന്ത്രിക സ്വർണ്ണനാണയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മാതാപിതാക്കൾ അവനുവേണ്ടി ബാക്കി വെച്ചിരുന്ന സമ്പത്ത് മുഴുവൻ ലണ്ടനിലെ ഗ്രിങ്കോട്ട്സ് ബാങ്കിലെ നിലവറയിലായിരുന്നു. ഈ ട്രങ്ക് വലിച്ചുകൊണ്ട് ലണ്ടൻ വരെ പോകാൻ കഴിയില്ല. പക്ഷേ അവൻ കൈയിൽ ഇപ്പോഴും മുറുകെ പിടിച്ചിരുന്ന മാന്ത്രികവടിയിലേക്ക് നോക്കി. എന്തായാലും എന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മാജിക്ക് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കാനാണ്? അവന്റെ ഹൃദയം വേദനിക്കുന്നത്ര വേഗത്തിൽ മിടിക്കുകയായിരുന്നു. അച്ഛനിൽ നിന്ന് ലഭിച്ച അദൃശ്യതാവസ്ത്രം അഥവാ ഇൻവിസിബിലിറ്റി ക്ലോക്ക് അവന്റെ കൈവശമുണ്ടായിരുന്നു. ട്രങ്കിന്റെ ഭാരം കുറയ്ക്കുന്ന മന്ത്രം ചെയ്താൽ, അത് തന്റെ ചൂലിൽ കെട്ടിയാൽ, അദൃശ്യതാവസ്ത്രം ധരിച്ച് ലണ്ടനിലേക്ക് പറന്നുപോയാൽ, അവിടെ നിന്ന് ബാങ്കിലെ പണം എടുത്ത്, അതിനുശേഷം സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളായി ജീവിതം ആരംഭിക്കാം. ആ ചിന്ത തന്നെ ഭയാനകമായിരുന്നു. പക്ഷേ ഈ മതിലിന്മേൽ എന്നേക്കുമായി ഇരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ചെയ്താൽ അർദ്ധരാത്രിയിൽ മന്ത്രപുസ്തകങ്ങളും ചൂലും നിറച്ച ട്രങ്കുമായി തെരുവിൽ അലഞ്ഞു നടക്കുന്നതെന്തിനാണെന്ന് മകിൽ പോലീസിനോട് വിശദീകരിക്കേണ്ടിവരും. ഹാരി വീണ്ടും ട്രങ്ക് തുറന്നു. സാധനങ്ങൾ മാറ്റിവെച്ച് അദൃശ്യതാവസ്ത്രം തിരയാൻ തുടങ്ങി. പക്ഷേ അത് കണ്ടെത്തുന്നതിന് മുമ്പ് അവൻ പെട്ടെന്ന് നിവർന്നു നിന്നു. ചുറ്റും വീണ്ടും നോക്കി. കഴുത്തിന് പിന്നിലൂടെ ഒരു വിചിത്രമായ വിറയൽ പാഞ്ഞുപോയിരുന്നു. ആരോ തന്നെ നിരീക്ഷിക്കുന്നതുപോലെ അവൻ തോന്നി. എന്നാൽ തെരുവ് പൂർണ്ണമായും ശൂന്യമായിരുന്നു. വലിയ ചതുരാകൃതിയിലുള്ള വീടുകളിലൊന്നിലും വിളക്കുകൾ തെളിഞ്ഞിരുന്നില്ല. ഹാരി വീണ്ടും ട്രങ്കിനുള്ളിലേക്ക് കുനിഞ്ഞു. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം വീണ്ടും നേരെ നിന്നു. ഇത്തവണ അവന്റെ കൈ മാന്ത്രികവടിയിൽ മുറുകെ പിടിച്ചിരുന്നു. അത് കേട്ടതല്ല, അനുഭവിച്ചതായിരുന്നു. തന്റെ പിന്നിലെ ഗാരേജിനും വേലിക്കും ഇടയിലുള്ള ഇടുങ്ങിയ വിടവിൽ ആരോ, അല്ലെങ്കിൽ എന്തോ, നിൽക്കുന്നുണ്ടെന്ന് ഹാരിക്ക് തോന്നി. അവൻ ഇരുണ്ട ഇടവഴിയിലേക്ക് കണ്ണുകൾ ചുരുക്കി നോക്കി. അത് ഒന്ന് അനങ്ങിയിരുന്നെങ്കിൽ മതി. അപ്പോൾ അത് വല്ല പൂച്ചയോ അതോ മറ്റെന്തെങ്കിലും ഭയാനകമായ ഒന്നാണോ എന്ന് അറിയാമായിരുന്നു. ലൂമസ്, ഹാരി പതുക്കെ മന്ത്രം ഉച്ചരിച്ചു. ഉടൻ തന്നെ അവന്റെ മാന്ത്രികവടിയുടെ അഗ്രത്തിൽ ഒരു പ്രകാശം തെളിഞ്ഞു. അത് അത്ര തിളക്കമുള്ളതായിരുന്നു, ഒരു നിമിഷം അവന്റെ കണ്ണുകൾ മങ്ങിപ്പോയി. അവൻ വടി തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. നമ്പർ 2 വീടിന്റെ ചെറുകല്ലുകൾ പതിച്ച ചുമർ പ്രകാശത്തിൽ മിന്നിത്തിളങ്ങി. ഗാരേജിന്റെ വാതിലും വെളിച്ചത്തിൽ തെളിഞ്ഞു. അവയ്ക്കിടയിലെ ഇരുണ്ട വിടവിൽ ഹാരി അത് വ്യക്തമായി കണ്ടു. വളരെ വലുതായ ഒരു രൂപം. തിളങ്ങുന്ന വിശാലമായ 2 കണ്ണുകൾ. ഒരു ഭീമൻ നിഴൽ. ഹാരി ഭയന്ന് പിന്നോട്ട് ചുവടുവെച്ചു. പക്ഷേ അവന്റെ കാലുകൾ ട്രങ്കിൽ തട്ടി. ബാലൻസ് നഷ്ടപ്പെട്ട് അവൻ വീണു. വീഴ്ച തടയാൻ കൈ നീട്ടിയപ്പോൾ മാന്ത്രികവടി കൈയിൽ നിന്ന് തെറിച്ചുപോയി. അവൻ റോഡരികിലെ വെള്ളച്ചാലിലേക്ക് ശക്തമായി പതിച്ചു. അതേ നിമിഷം ഘടാം! കാതടപ്പിക്കുന്ന ഒരു പൊട്ടിത്തെറി ശബ്ദം മുഴങ്ങി. പെട്ടെന്ന് ഉണ്ടായ വെളിച്ചത്തിൽ നിന്ന് കണ്ണുകളെ രക്ഷിക്കാൻ ഹാരി കൈകൾ ഉയർത്തി. അലറിക്കൊണ്ട് അവൻ പെട്ടെന്ന് നടപ്പാതയിലേക്ക് ഉരുണ്ടുമാറി. അതൊരു ഭാഗ്യമായിരുന്നു. കാരണം അടുത്ത നിമിഷം ഒരു ഭീമൻ വാഹനത്തിന്റെ ചക്രങ്ങളും ഹെഡ്ലൈറ്റുകളും അവൻ കിടന്നിരുന്ന സ്ഥലത്ത് കൃത്യമായി വന്നു നിർത്തി. ടയറുകൾ ഉരസുന്ന കർക്കശമായ ശബ്ദം രാത്രിയുടെ നിശബ്ദത കീറിമുറിച്ചു.
ഹാരി തല ഉയർത്തി നോക്കി. അത് ഒരു സാധാരണ ബസ് ആയിരുന്നില്ല. 3 നിലകളുള്ള ഒരു ഭീമൻ ബസ്. കടും നീലലോഹിത നിറത്തിൽ തിളങ്ങുന്ന അത്ഭുതകരമായ രൂപം. ഒരു നിമിഷം മുമ്പ് അവിടെ ഇല്ലാതിരുന്ന അത് ശൂന്യവായുവിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നി. വിൻഡ്ഷീൽഡിനു മുകളിലായി സ്വർണ്ണ അക്ഷരങ്ങളിൽ ഒരു പേര് എഴുതിയിരുന്നു. ദി നൈറ്റ് ബസ്. വീണതിന്റെ ആഘാതത്തിൽ തനിക്ക് തലകറക്കം വന്നതാണോ എന്ന് ഒരു നിമിഷം ഹാരി സംശയിച്ചു. പക്ഷേ അപ്പോഴേക്കും ധൂമ്രനിറ യൂണിഫോം ധരിച്ച ഒരു കണ്ടക്ടർ ബസിൽ നിന്ന് ചാടി ഇറങ്ങി. രാത്രിയോടുതന്നെ സംസാരിക്കുന്നതുപോലെ അവൻ ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ തുടങ്ങി. പ്രതിസന്ധിയിൽ അകപ്പെട്ട മാന്ത്രികർക്കായുള്ള അടിയന്തര ഗതാഗത സേവനമായ നൈറ്റ് ബസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മാന്ത്രികോടി പിടിച്ചിരിക്കുന്ന കൈ ഉയർത്തിക്കാണിച്ചാൽ മതി. ബസ്സിൽ കയറൂ. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഏത് സ്ഥലത്തേക്കും ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും. എന്റെ പേര് സ്റ്റാൻ ഷൻബൈക്ക്. ഇന്നത്തെ രാത്രി നിങ്ങളുടെ കണ്ടക്ടർ ഞാനായിരിക്കും. പക്ഷേ അവൻ പെട്ടെന്ന് സംസാരിക്കുന്നത് നിർത്തി. കാരണം ഇപ്പോഴും നിലത്ത് ഇരിക്കുന്ന ഹാരിയെ അവൻ കണ്ടു. ഹാരി വേഗത്തിൽ തന്റെ മാന്ത്രികോടി എടുത്ത് എഴുന്നേറ്റ് നിന്നു. അടുത്തുനിന്ന് നോക്കിയപ്പോൾ സ്റ്റാൻ ഷൻബൈക്കിന് തന്നെക്കാൾ അധികം പ്രായമുള്ളവനല്ലെന്ന് അവന് മനസ്സിലായി. പരമാവധി 18-19 വയസ്സ്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ ചെവികളും മുഖം മുഴുവൻ മുഖക്കുരുക്കളും ഉണ്ടായിരുന്നു. നീ അവിടെ നിലത്ത് എന്താ ചെയ്യുന്നേ? സ്റ്റാൻ ചോദിച്ചു. ഇപ്പോൾ അവന്റെ ഔദ്യോഗിക ഭാവം അപ്രത്യക്ഷമായിരുന്നു. വീണതാ, ഹാരി പറഞ്ഞു. എന്തിനാ വീണത്? സ്റ്റാൻ ചിരി ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. മനഃപൂർവ്വം വീണതല്ല, ഹാരി അസ്വസ്ഥനായി പറഞ്ഞു. ജീൻസിന്റെ ഒരു മുട്ടുഭാഗം കീറിയിരുന്നു. വീഴ്ച തടയാൻ നീട്ടിയ കൈയിൽ നിന്ന് രക്തവും വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് താൻ എന്തുകൊണ്ടാണ് വീണതെന്ന് ഹാരിക്ക് ഓർമ്മ വന്നത്. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ഗാരേജിനും വേലിക്കും ഇടയിലുള്ള ഇടവഴിയിലേക്ക് നോക്കി. നൈറ്റ് ബസിന്റെ ഹെഡ്ലൈറ്റുകൾ അവിടെ ശക്തമായി പ്രകാശം വീശുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ നീ നോക്കുന്നേ? സ്റ്റാൻ ചോദിച്ചു. ഒരു വലിയ കറുത്ത രൂപം അവിടെ ഉണ്ടായിരുന്നു. ഹാരി സംശയത്തോടെ ആ ദിശയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. ഒരു നായെപ്പോലെ. പക്ഷേ വളരെ വലുത്. അവൻ സ്റ്റാനെ നോക്കി. സ്റ്റാന്റെ വായ ചെറുതായി തുറന്നുകിടക്കുകയായിരുന്നു. അതേസമയം സ്റ്റാന്റെ കണ്ണുകൾ തന്റെ നെറ്റിയിലേക്ക് നീങ്ങുന്നത് ഹാരി ശ്രദ്ധിച്ചു. അവന്റെ ഉള്ളിൽ അസ്വസ്ഥത വളർന്നു. നിന്റെ നെറ്റിയിലെ അത് എന്താ? സ്റ്റാൻ പെട്ടെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഹാരി വേഗത്തിൽ പറഞ്ഞു. നെറ്റിയിലെ മുറിവടയാളം മുടികൊണ്ട് മറയ്ക്കാനും ശ്രമിച്ചു. മാന്ത്രിക മന്ത്രാലയം തന്നെ തിരയുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. നിന്റെ പേര് എന്താ? സ്റ്റാൻ വീണ്ടും ചോദിച്ചു. നെവിൽ ലോംബോട്ടം. ഹാരി പെട്ടെന്ന് മനസ്സിൽ വന്ന ആദ്യ പേര് പറഞ്ഞു. ശേഷം വിഷയം മാറ്റാൻ അവൻ തിടുക്കത്തിൽ ചോദിച്ചു. ഈ ബസ് എവിടേക്കും പോകുമെന്നാണോ നീ പറഞ്ഞത്? അതെ, സ്റ്റാൻ അഭിമാനത്തോടെ പറഞ്ഞു. നിനക്ക് പോകേണ്ട ഏത് സ്ഥലത്തേക്കും? ഭൂമിയിലായിരിക്കണം എന്നേയുള്ളൂ. വെള്ളത്തിനടിയിലേക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അവൻ വീണ്ടും സംശയത്തോടെ ഹാരിയെ നോക്കി. നീയല്ലേ ഞങ്ങളെ വിളിച്ചത്? മാന്ത്രികവടി പിടിച്ച് കൈ ഉയർത്തിക്കാണിച്ചല്ലോ. അതെ, ഹാരി ഉടൻ പറഞ്ഞു. ലണ്ടനിലേക്ക് പോകാൻ എത്രയാകും? 11 സിക്കിൽ, സ്റ്റാൻ മറുപടി പറഞ്ഞു.